ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. തിരുവല്ലാമലയിലെ ഏറ്റവും വലിയ കുളമായ എരവത്തൊടിയിലെ വെള്ളക്കുളം നാശത്തിലേക്ക്. തിരുവല്ലാമല എരവത്തൊടി 12ാം വാർഡിലുള്ള കുളം എരവത്തൊടി തെരുവ് നിവാസികളുടെ ഒരു കാലത്തെ ഏറ്റവും വലിയ ആശ്രയമായിരുന്നു. വെള്ളക്കുളം അധികാരികളുടെ അനങ്ങാപ്പാറ നയം മൂലം നാശത്തിന്റെ പാതയിലാണ്. ഒരേക്കർ 10 സെന്റ് വരുന്ന കുളം സമീപവാസിയായ രാജൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിന് സറണ്ടർ കച്ചിട്ട് മൂലം സമ്മാനിച്ചതാണ്. എന്നാൽ ആദ്യം കുറച്ച് ഫണ്ടിറക്കി കുളം നവീകരിച്ചിരുന്നു. എങ്കിലും വർഷങ്ങളായി ഉപയോഗശൂന്യമാണ് ഈ കുളം. ഇത് വെള്ളകുളം എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും പിന്നിൽ കാണുന്ന സ്ഥലമാണ് വെള്ളകുളം. ഒരേക്കർ 10 സെന്റോളം വലിപ്പമുണ്ട് ഈ കുളം. ഇപ്പോൾ ഒരു 15 കൊല്ലമായിട്ട് ഈ കുളം വൃത്തിയാക്കുന്നില്ല. ആകെ കാട് പിടിച്ച് നാശവശമായി കിടക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ വന്യമൃഗങ്ങളാണ്, പന്നിയാണ് മെയിനായിട്ട്. വൈകുന്നേരം 7 മണിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പന്നി കരക്കി കയറി. ഞങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഈ പന്നി വരുന്ന വഴിയാണ് ഡയറക്റ്റ് കാണിക്കുന്ന ഹൈവേ മാതിരി 4 വഴി. ഈ പന്നികളെ കൊണ്ടാണ് ഇപ്പോൾ ആകെ പൊറുതിമുട്ടി നിൽക്കുന്നത്. അതേമാതിരി മഴക്കാലമായി കഴിഞ്ഞാൽ മലമ്പാമ്പ് വരുന്നുണ്ട്. ഈ കുളത്തിൽ നിന്ന് ഒരു പാമ്പ് കയറിയിട്ട് ഫോറസ്റ്റുകാരാണ് ഒന്ന് റോട്ടിന് പിടിച്ചിട്ട് വരുന്നത്. ഇതാ ജസ്റ്റ് കുളമായിട്ട് 10-30 മീറ്റർ ദൂരമുള്ളൂ മെയിൻ റോഡ്. ഇത്തവണ ഇങ്ങനെ അനാശ കാരണം നശിച്ച് കിടക്കുന്നത്. ഈ കുളത്തിൻ്റെ ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇതിൽ കുളത്തിൽ വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 200 വീടിൻ്റെ മുകളിൽ ഉള്ള വീട്ടുകാർക്ക് ഇതിൽ കുളിക്കാം സുഖമായി സൗകര്യമായി. അതേപോലെ പരിസരവാസികളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓപ്പൺ കിണറിൽ ധാരാളം വെള്ളം നിൽക്കും. ഇങ്ങനെയുള്ള പല പല ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നത് 15 കൊല്ലമായിട്ട് ഇതേ സ്ഥിതിയിൽ കാട് പിടിച്ച് കിടക്കാണ്. എരവത്തൊടി തെരുവിലുള്ള കുളമായതിനാൽ ഏകദേശം 200ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാകേണ്ടതായിരുന്നു. കുളം നവീകരിക്കുന്നതിലൂടെ പരിസരങ്ങളിലുള്ള കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലെയും ജലലഭ്യത വർദ്ധിക്കുകയും അതുമൂലം കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. ഇന്നീ കുളം കാട്ടുപന്നികളുടെ താവളമാണ്. വൈകുന്നേരം 6 മണിയാകുന്നതോടുകൂടി കുളത്തിൽ നിന്നും പന്നികൾ കൂട്ടത്തോടെ പുറത്തു വരുന്നത് മൂലം പ്രദേശവാസികൾക്കും വാഹനയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്. നല്ല രീതിയിൽ നേരെയാക്കണം. ഇപ്പോൾ അതിൽ പ്രധാനം എന്ന് പറഞ്ഞാൽ വഴി വളരെ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. അതിന് കുറച്ചുകൂടി രീതിയിൽ വഴി കണ്ടെത്തി നല്ല രീതിയിൽ ജലസേചനത്തിന് ഉപയോഗപ്പെടുന്നതായി ചെയ്യേണ്ടതാണ്. എൻ്റെ ആവശ്യം എൻ്റെ അച്ഛൻ്റെ താവഴിയിൽ എനിക്ക് എൻ്റെ ആവശ്യത്തിൽ കിട്ടിയതാണ്. ഇതിന് മുമ്പ് പഴയകാലത്ത് 83-ലാണ് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡൻറ്റും ആൾക്കാരൊക്കെ പാടുകൂടി വന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നേരാക്കാം എന്നുള്ള ഇത് പ്രകാരമാണ് ഞാൻ ഫ്രീ സറണ്ടർ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ചെറിയ തോതിലൊക്കെ നന്നാക്കിയെങ്കിലും പിന്നീട് അവരൊരിക്കൽ ഒരു വശത്ത് ഒരു 20 മീറ്റർ സമചതുരത്തിലൊരു കുളം ഉണ്ടാക്കി ആ മണ്ണിനെ നേരെ മുകളിലേക്ക് തോണ്ടിയിട്ടത് കൊണ്ട് തന്നെ അത് അതിൻ്റെ നാമാവശേഷം ഉപയോഗം തന്നെ ഇല്ലാത്ത രീതിയിലായിപ്പോയി. പുറത്തേക്ക് വെള്ളം നിറഞ്ഞ് പാടത്തേക്ക് ഒഴുകിയാൽ മാത്രമേ ജലസേചനത്തിന് പറ്റും. ഇതിന് താഴെ തന്നെ 5-8 ഏക്കർ സ്ഥലം, 10-15 ഏക്കറും നെൽകൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടി ഉപയോഗം വരുന്ന രീതിയിൽ നേരെയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2 തവണയാണ് ഫോറസ്റ്റ് അധികാരികൾ ഈ കുളത്തിന്റെ പരിസരത്ത് നിന്നും മലമ്പാമ്പിനെ പിടികൂടിയത്. ഒരു പ്രദേശത്തിന് മൊത്തം ജലസ്രോതസ്സാവേണ്ട കുളം ഇനി മൃഗങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ കുളം സംരക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 15 കൊല്ലമായി എങ്ങനെ കിടപ്പന്നെ മൃഗങ്ങളുടെ ശല്യം. കാട്ടാനടക്കം വരാൻ തുടങ്ങി ഇവിടെ. കാട്ടാന മണ്ണാർക്കാട് ഭാഗത്ത് കയറി വരാൻ തുടങ്ങി മൃഗങ്ങളുടെ ശല്യം. CCB ന്യൂസ്, തിരുവല്ലാമല.